ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ 9 മുതൽ 15 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം പൊതുവെ സാമ്പത്തിക അഭിവൃദ്ധിയും മനസ്സന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി ഈ വാരം നന്നായിരിക്കും. സഹോദരാദിഗുണം പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ആരോഗ്യനില മെച്ചമായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധി അനുഭവപ്പെടും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷവും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും സൂക്ഷിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പല വിധത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനിയിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ അനുഭവപ്പെടും. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. അന്യദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. മാതൃഗുണം പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം ദാമ്പത്യപരമായിട്ടും നല്ല സമയമാണ്. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യം കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. തൊഴിൽപരമായിട്ട് ഉയർച്ചകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള ധനലാഭങ്ങൾ പ്രതീക്ഷിക്കാം. നഷ്ടപ്പെട്ട ജോലി പ്രൊമോഷനോടുകൂടി ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ധനനഷ്ടമോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം അനുഭവപ്പെടും. ഐശ്വര്യവും അഭിവൃദ്ധിയും നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപുഷ്ടിയും പിതൃഗുണവും പിതൃസമ്പത്തും ലഭിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഉദരരോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. നന്നായിരിക്കും. ഈ വാരം നന്നായിരിക്കും. കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ധനപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നല്ലതാണ്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പൊതുവെ ഈ വാരം നല്ലതാണ്. തുലാരാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്കാർക്ക് ഈ വാരം പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. പിതാവിന് ചെറിയ അരിഷ്ടതകളോ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദൂരയാത്രകളൊക്കെ അനുഭവപ്പെടും. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട വിഷയം കിട്ടാൻ കുറച്ചൊരു തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയസാധ്യത ഉണ്ടാവും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിങ്ങോ മെഡിസിനോ അങ്ങനെ എന്തെങ്കിലും വിധത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. വൃശ്ചിക രാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരം വിവാഹാദി മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. വളരെ നാളുകളായിട്ട് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും വളരെ അനുകൂലമായിട്ടുള്ള നിലപാടുകളുണ്ടാവും. പൊതുവേ ഈ വാരത്തിൽ സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് പൊതുവെ ഉയർച്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. ആരോഗ്യനില മെച്ചമായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധി അനുഭവപ്പെടും. സഹോദര സ്ഥാനിയിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത അനുഭവപ്പെടും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിന് ആദ്യത്തെ 30 നാഴികകൾ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം സന്താന ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വാഹനത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താന ഗുണം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം അനുഭവപ്പെടും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യതയുണ്ട്. പുണ്യക്ഷേത്രങ്ങളെ സന്ദർശിക്കാൻ ഇടവരും. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഏഴരശനി കാലമാണ്. പല വിധത്തിലുള്ള ക്ലേശങ്ങളും മനസമാധാനക്കുറവും ഇടയ്ക്ക് അനുഭവപ്പെടും. സഹോദര സ്ഥാനികളിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സ്വന്തം നിലയിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഐശ്വര്യവും അഭിവൃദ്ധിയും മനസമാധാനവും സന്തോഷം നിറഞ്ഞ ഒരു നല്ല വാരമായിരിക്കും. പിന്നെ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഏഴരശനിയിലുണ്ടാവും. മനസമാധാനക്കുറവുകളും നിദ്രാഭംഗങ്ങളും അനുഭവപ്പെടും. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക. ശിവക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴികയും ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം പല വിധത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും അനുഭവപ്പെടും. സഹോദരാദി ഗുണം ഉണ്ടാകും. മാതൃഗുണം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള പല വിധത്തിലുള്ള നേട്ടങ്ങൾ അനുഭവപ്പെടും. കാലുവേദന, നടുവേദന, വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇടയ്ക്ക് അനുഭവപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. വീഴ്ചകളോ മുറിവുകളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ, ദോഷങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും വളരെ നന്നായിരിക്കും. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9.